ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? കട്ട്ലേറ്റ് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? അത് ബീഫ് കട്ട്ലേറ്റ് ആകുമ്പോൾ പറയും വേണ്ട. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ബീഫ് കട്ട്ലേറ്റ്. അപ്പോൾ ബീഫ് കടിച്ചാൽ അതിൽ നിന്ന് കുറച്ച് കണ്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അധികം പണിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സാധനങ്ങളും മതിയല്ലോ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ? അപ്പോൾ അതിനായിട്ട് വേറെ ബീഫൊന്നും മേടിക്കണ്ട കേട്ടോ. നമ്മൾ കറി വെക്കാൻ മേടിക്കുമ്പോൾ ഇന്ന് കുറച്ച് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അതാ ഞാൻ കുറച്ച് ബീഫ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വിസിലടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വലുതാക്കിയിട്ടാണ് മുറിച്ച് ഇട്ടേക്കണത് ഉരുളൻകിഴങ്ങ്. അപ്പോൾ ബീഫ് വേവണതിൻ്റെ ഒപ്പം കിടന്ന് വെന്തോളൂല്ലോ. പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ വെള്ളം കൂടി ഒഴിക്കുക. നമുക്ക് ബീഫ് വേവണം. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വിസിലടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ബീഫ് വേവണ ഒരു സമയത്ത് ഒരു പൊട്ട മണം വരും, ഒരു സുഖമില്ലാത്ത മണം വരും. അപ്പോൾ എനിക്ക് ആ മണം ഇഷ്ടമല്ല. അത് കാരണം ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഒരു 5 വിസിലൊക്കെ അടിച്ചപ്പോഴത്തേനും ആയിട്ടുണ്ട് കേട്ടോ. ഇത് വേഗം വേവണ ബീഫായിരുന്നു. അത് നമ്മൾ കറി വെക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ മുന്നേ കറി വെച്ചതിൻ്റെ ബാക്കി എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഒരു 5 വിസിലുകൊണ്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഉരുളൻകിഴങ്ങ് മാറ്റി വെച്ചു. ഇനി ഇതാ ബീഫും കൂടി മാറ്റിയൊക്കെ ഒന്ന് ചൂടാറണമല്ലോ. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാ ഇതിലേക്ക് നമ്മളൊരു 2.5 സബോളയാണ് എടുത്തേക്കുന്നത്. ഒരെണ്ണം വലുതും പിന്നെ ഒരെണ്ണം ചെറുതായിട്ടാണ്. അത് കാരണമാണ് 2 എടുത്തത്, അല്ലെങ്കിൽ 2 എടുത്താൽ മതി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് പേസ്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ആ ബീഫും കൂടി ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. നന്നായി പൊടിഞ്ഞ് പോയിരുന്നു. നമുക്ക് കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ ആ ബീഫിൻ്റെ ഒന്ന് കിട്ടണം. അത് കാരണം ഒരൊറ്റ കറക്കലിൽ തന്നെ നിർത്താൻ കണ്ടില്ല, ഞാൻ കാണിച്ചെന്നില്ല. അതുപോലെ ആക്കി എടുത്താൽ മതി. ഇനി ഉരുളൻകിഴങ്ങൊന്ന് നമുക്ക് ഉടച്ചെടുക്കണം. അപ്പോൾ അതാ ഉരുളൻകിഴങ്ങ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതാക്കിയാൽ മതി. നമ്മൾ വെന്ത ഉരുളൻകിഴങ്ങാണല്ലോ. അപ്പോൾ അതാ ഇതുപോലെ അങ്ങനെ ഉടച്ചെടുത്താൽ മതി. ഉരുളൻകിഴങ്ങ് നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കരുതിട്ട്. ഇതുപോലെ വേവിച്ചതിൻ്റെ ശേഷം നമ്മൾ ഉടച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ കുഴച്ചിട്ട് പരത്താൻ പറ്റില്ല. പരത്തല്ല, ആ ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതാ ആ സബോള ഇട്ട് കൊടുക്കുക, കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കട്ട്ലേറ്റിന് വലിയൊരു കഥ ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കി തുടങ്ങിയത് കട്ട്ലേറ്റാണ്. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ നോമ്പിന് കട്ട്ലേറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ ബാബിയോട് ചോദിച്ചറിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ അന്ന് മുതലാണ് കേട്ടോ നമുക്ക് എന്തുണ്ടാക്കാന്നുള്ളൊരു ധൈര്യം വന്നത്. അതുവരെ നമ്മളെ വീട്ടിൽ ചെറിയ മക്കളാണല്ലോ. നമ്മൾ കല്യാണം കഴിഞ്ഞ വീട്ടിലാവുമ്പോഴല്ലേ നമ്മൾ വലിയ ആൾക്കാരാവുക. അപ്പോൾ അതുപോലെ തന്നെയുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന ഒരു സമയത്ത് എന്താ ഉണ്ടാക്കേണ്ടതെന്നൊന്നും അറിയില്ല. ശരിക്കും ചായ ഉണ്ടാക്കാൻ പോലും അറിയാത്ത ഞാനായിരുന്നു കേട്ടോ. അപ്പോൾ അത് സബോള വാടി വന്നപ്പോൾ നമ്മൾ ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. മറ്റേത് ആ വെള്ളത്തിൽ കൂടെ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇതിൽക്കും ഗരം മസാല വേണം. അപ്പോൾ അത് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കണില്ല. എരിവിനായിട്ട് പച്ചമുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് കാരണം നമ്മൾ പച്ചമുളക് ചതക്കണ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. അപ്പോൾ എരിവിന് കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു മസാല പച്ചമണം മാറിയതിൻ്റെ ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മല്ലിയില ഒന്ന് ഇതായതിൻ്റെ ശേഷം നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തു. ഇനി ബീഫ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ബീഫ് പോലെ തന്നെ നമുക്ക് ചിക്കനും വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബീഫാകുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടുതലാണ്. ചിക്കനും ടേസ്റ്റ് ഇല്ല എന്നല്ല. ഇവിടെ മോനക്കൊക്കെ ചിക്കനാണ് ഇഷ്ടം, എനിക്കും മോക്കൊക്കെ ബീഫ് കട്ട്ലേറ്റാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് രണ്ടും ഒരുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികളൊന്നും ചേർക്കാറില്ല. ഇനി എല്ലാവരും ചേർക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ ചേർക്കാറില്ല. ഞാൻ ആകെ പച്ചമസാലയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ആ ഉരുളൻകിഴങ്ങിലും ബീഫിലൊക്കെ ആ മസാല നന്നായി പിടിക്കണ വരെ നമ്മൾ നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് എല്ലാം പിടിക്കും, മറ്റു ഭാഗത്ത് ഇല്ല എന്നുള്ളതാവും. അത് കാരണം നമ്മൾ മുന്നേ തന്നെയാണ് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉരുളൻകിഴങ്ങിലും ബീഫിലൊക്കെ മുന്നേ തന്നെ ഉപ്പുള്ളതാണ്. അപ്പോൾ ഇനി ഉപ്പിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് മസാല ആക്കിയിട്ട് എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാറെന്നുള്ളതൊന്ന് കമൻറ്റിൽ വന്ന് പറയണം കേട്ടോ. അപ്പോൾ അത് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ കൈ വെച്ചിട്ട് യോജിപ്പിക്കാൻ മറ്റുള്ളവരാണെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ. ഉരുളൻകിഴങ്ങൊക്കെ ഇങ്ങനെ ഉടയാതെ കിടക്കണമെങ്കിൽ എല്ലാം കൂടിയിട്ടൊന്ന് യോജിച്ചോട്ടെ വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര വലുപ്പത്തിലുള്ള കട്ട്ലേറ്റ് വേണം അതിനനുസരിച്ചുള്ള ബോളാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മുന്നേ ഇങ്ങനെ ബോളാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പരത്തിയെടുക്കാനും പിന്നെ ബ്രെഡിൽ മുക്കിയെടുക്കാനൊക്കെ ഒരു എളുപ്പമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്ര ഉരുളകളായിട്ട് എടുക്കുന്നത്.
ഇനി ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ബീഫ് കറിയിൽ നിന്ന് കുറച്ച് ബീഫൊക്കെ എടുത്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതും ടേസ്റ്റാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് ഇത്ര ബീഫ് വെച്ചിട്ട് 11 കട്ട്ലേറ്റാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉരുളകളാക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചു. ഇനി 2 കോഴിമുട്ട വേണം. ഇതിലേക്ക് 1 കോഴിമുട്ട ആവശ്യമുള്ളൂ. പക്ഷെ നമുക്കിത് ഒന്ന് മുക്കിയെടുക്കണമല്ലോ. അപ്പോൾ അത് കാരണമാണ് 2 കോഴിമുട്ട ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അതൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുട്ടയിലേക്ക് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയൊക്കെ നന്നായി പിടിച്ചോട്ടെ. പിന്നെ ഉണ്ണിയൊന്ന് കലങ്ങി വരും വേണമല്ലോ. അപ്പോൾ അത് ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ പൊടി വേണം. അപ്പോൾ ബ്രെഡ് പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലിങ്ങനെ മുക്കുക, ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അതിലേക്ക് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ വീണ്ടും ഒരെണ്ണം കൂടി ആ ഒരു മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ കൈ വെച്ചിട്ട് അതിൽ ഇട്ട് ഇളക്കാൻ നിൽക്കണ്ട. എന്താണെന്ന് പറയുക, നമ്മുടെ കയ്യിലൊക്കെ പിടിച്ച മുട്ടയിലൊക്കെ ആ ബ്രെഡിൻ്റെ ക്രംസായി ആ ഒരു നമ്മുടെ കയ്യിലൊക്കെ ഒട്ടി പിടിക്കും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഇതുപോലെ ഇത് മുക്കിയെടുത്തിട്ട് നമുക്ക് ഇടത് കൈ വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ അതിലൊന്ന് മുക്കി നന്നായി കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ കോട്ട് ചെയ്യാതെയും കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കണവരുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പാക്കി എടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കട്ട്ലേറ്റ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇതുപോലെ ഷേപ്പ് കയ്യിൽ വെച്ചിട്ടുണ്ടാക്കാനും നമുക്കറിയാലോ, ഫസ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കണതല്ലേ. അപ്പോൾ അന്നൊക്കെ ഹോർലിക്സിൻ്റെ മൂടി ഉണ്ടല്ലോ, ആ ഒരു അടപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് ഇങ്ങനെ വെക്കും. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കും. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് വരിക. അപ്പോൾ അന്നൊക്കെ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ പിന്നെ അങ്ങനെ ഒന്നല്ലല്ലോ. ഇപ്പോൾ ഷേപ്പിലൊന്നല്ല കാര്യം, നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായാൽ മതി. അന്ന് അങ്ങനെയല്ല, അന്ന് നല്ല ഭംഗി വേണം, അല്ല ആ ഒരു ഷേപ്പ് വേണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പിന്നെ എന്തും നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായാൽ മതി, ഷേപ്പിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റൗണ്ടിലും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കണുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ. നമുക്ക് നോമ്പൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ബാക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഒന്നുമില്ല കേട്ടോ, നമുക്ക് കഴിക്കാനുള്ളതുള്ളൂ. ഇനിയിപ്പോൾ അതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുക. ഓയിലാകുമ്പോൾ വേഗം മടുക്കില്ല, നമുക്ക് കഴിക്കാനും ടേസ്റ്റാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് 1-2 കഴിക്കുമ്പോഴത്തേനും മടുക്കണ പോലെയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഓയിലൊക്കെ നന്നായി ചൂടായ ഓയിലിലേക്കാണ് നമ്മൾ കട്ട്ലേറ്റ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അധികം പണിയൊന്നുമില്ലല്ലോ. ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ആയ കാരണമാണ് നിങ്ങൾക്ക് ഇത്രയും പണിയായിട്ട് തോന്നിയിട്ടുണ്ടാവും. അത്രയും പോലും ഇല്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാത്തവരുണ്ടാവില്ല. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കൂട്ടോ. ഇനി ബീഫ് കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് സോയ വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ബീഫിൻ്റെ പകരം നമ്മൾ സോയ ഇട്ട് കൊടുത്താൽ മതി. അതും വെച്ചിട്ടും ഇതുപോലെ തന്നെ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 ഭാഗം കളറൊന്നും മാറി വന്നോട്ടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ തന്നെ അതൊന്ന് മരിഞ്ഞ് വരും. കളറൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷം നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്നൊക്കെ കട്ട്ലേറ്റ് കഴിച്ചിട്ടുണ്ടാവും. കടയിൽ നിന്ന് കഴിക്കണതും നമ്മൾ വീട്ടിലുണ്ടാക്കും രണ്ടും 2 വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കി നോക്കും. നിങ്ങൾ മുളക് പൊടി അങ്ങനെ ഇടുന്നവരാണെങ്കിൽ മുളക് പൊടി ഒന്നും ഇടാതെ പച്ചമസാലയിൽ തന്നെ കട്ട്ലേറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ബീഫ് മേടിക്കണമെന്നൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ബീഫൊക്കെ മേടിക്കുമ്പോൾ ഇന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 11 കട്ട്ലേറ്റാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ കുറച്ച് ബീഫാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് ഇത്ര ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബീഫൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് മയോണൈസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കഴിക്കണത്. അപ്പോൾ ഇതുപോലെ പൊട്ടിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലേ. നോക്കി ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല ടേസ്റ്റുള്ള ഒരു കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറയണേ. അതുപോലെ നിങ്ങളെങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കുക അതും കൂടി പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.